ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത്. പെരുന്നാളിന് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 3 ചേരുവയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നാലാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കിടുവാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിന് എന്തായാലും ഒരു മധുരം വേണം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചോവരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അത് മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. ഇത് സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചുടുവെള്ളം തളിച്ച വെള്ളമൊന്നുമല്ല. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പൊതിർന്ന് കിട്ടണം. അതുവരെ നമുക്കിത് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. നന്നായിട്ട് പൊതിർന്ന് കിട്ടിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ടൈപ്പ് ചവ്വരിയുണ്ട്, അത് ചെറുതും വലുതുണ്ട്. അപ്പോൾ ചെറുത് ഒന്ന് കുതിർത്തി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, വലുതാവുമ്പോൾ അത്ര എടുക്കില്ല. അപ്പം നമ്മൾ ആദ്യം കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് നോക്കുക, വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിൻ്റെ മുന്നേ. അങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അരിപ്പയിലേക്ക് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഉടയാത്തുന്നുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കൈ വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിപ്പോൾ ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കണ്ട, കയ്യിൽ നന്നായിട്ട് തൊട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടീസ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒന്ന് കയ്യിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കൈയിലും ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ കയ്യിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്കിത് എടുക്കണം. അപ്പോൾ വലുതാവുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, വലുത് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു സോസ് പാനിലേക്ക് 1 കവർ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച സമയത്ത് ഞാനൊരു 3 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ ഇതിലേക്ക് 1/2 കപ്പിനെക്കാട്ടി കുറവ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് പാകത്തിനുള്ളൊരു മധുരമാണ്. അപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടെടുക്കാവുന്നതാണ്. എൻ്റെ ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് വേണം, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണുള്ളവർ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അതിനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ ഒരു പാലിൽ ഈ ഏലക്കയുടെ ടേസ്റ്റും ഈ ഒരു നെയ്യുടെ ടേസ്റ്റും ഈ ഒരു മധുരം എല്ലാതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചവ്വരി ടീസ്പൂണ് വെച്ചിട്ട് തന്നെ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം. ഒന്നായിട്ട് ഇട്ടുകൊടുക്കണ്ട, ഓരോന്നായിട്ട് തന്നെ ഇട്ടുകൊടുത്താൽ മതി. ഇനി നമുക്ക് പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് ചൊവ്വരൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3-4 മിനിറ്റും കൂടി ആയാൽ നമുക്കിതൊന്ന് വേവായിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാനിതിൽ ഏലക്കായ മൊത്തത്തിൽ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. വെറും 3 ചേരുവയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റാണ് കിടുവാണ്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.